പക്ഷേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഓൺ ചെയ്ത് കൊടുത്താലാണോ ഓഫ് ചെയ്ത് കൊടുത്താലാണോ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു ദിവസം മുമ്പ് യൂട്യൂബിൽ വരുന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് ലോ ക്വാളിറ്റി വീഡിയോ ആണെങ്കിൽ ശരി, യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അതിനെ എൻഹാൻസ് ചെയ്ത് അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ എൻഹാൻസ് ചെയ്ത് ഒരു HD ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സൂപ്പർ ക്വാളിറ്റി വീഡിയോ ആക്കി മാറ്റിത്തരും. അതുപോലെ തന്നെ ആ വീഡിയോയുടെ സൗണ്ടിനെയും യൂട്യൂബ് എൻഹാൻസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാക്കി മാറ്റിത്തരും. നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ അതിനുള്ള ഓപ്ഷൻസ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതായിരുന്നു യൂട്യൂബ് കൊണ്ടുവന്നിരുന്ന ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആരും അറിയാതെ നമ്മുടെ എല്ലാവരുടെയും ചാനലിൽ യൂട്യൂബ് ഈ രണ്ട് ഓപ്ഷൻസും ഓൾറെഡി എനേബിൾ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, ഈ രണ്ട് ഓപ്ഷൻസും, അതായത് വീഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ സൗണ്ട് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷനും, ഇത് രണ്ടും ഓൺ ആക്കി തന്നെയാണ് യൂട്യൂബ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇത് തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും മാത്രം കണ്ടാൽ മതി എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ്സിൽ കയറി നിങ്ങൾക്കിത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഓൺ ചെയ്ത് കൊടുത്താലാണോ ഓഫ് ചെയ്ത് കൊടുത്താലാണോ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം. അതുപോലെ ഇത് എങ്ങനെ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കി വേണം ഇത് ഓൺ ചെയ്യണോ അതോ ഓഫ് ചെയ്യണോ എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കാൻ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഓട്ടോമാറ്റിക്കലി കൂട്ടാനുള്ള ഈ ഒരു ഓപ്ഷൻ അത് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്, ഇത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ മൊബൈൽ ആപ്പിലൂടെ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്രോമിലൂടെ നിങ്ങൾക്ക് ഇത് കയറാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണിത്. ക്രോമിൽ കയറിയിട്ട് നിങ്ങൾ m.studio.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നോക്കാം, എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്തിട്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ സെറ്റിംഗ്സിന്റെ ബട്ടൺ കാണുന്നുണ്ട്. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സെറ്റിംഗ്സിൽ ഇവിടെ നോക്കുക, ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിൽ ഇവിടെ നോക്കാം 3 ടാബ്സ് ഉണ്ട്. അതിൽ അഡ്വാൻസ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്തിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നേ. ഇവിടെ നോക്കുക, വീഡിയോ ക്വാളിറ്റി എൻഹാൻസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ടിക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ കേട്ടോ, എനിക്ക് ഈ ഓപ്ഷൻ വന്നപ്പോൾ തന്നെ ഇത് ടിക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓൺ ചെയ്തിട്ടാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ ഇത് തരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഏതാണ്? ലെറ്റ് യൂട്യൂബ് എൻഹാൻസ് വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരു ലോ ക്വാളിറ്റി വീഡിയോ ആണെങ്കിൽ ശരി, അതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്ത് അതിനെ ഒരു HD ക്വാളിറ്റി വീഡിയോ ആക്കി മാറ്റാനുള്ള ഒരു പെർമിഷൻ നമ്മളിവിടെ യൂട്യൂബിന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. രണ്ടാമത്തേത് ലെറ്റ് യൂട്യൂബ് എൻഹാൻസ് ഓഡിയോ ക്വാളിറ്റി. അതായത് നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ ക്വാളിറ്റി അതും ലോ ക്വാളിറ്റി ആണെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി സൗണ്ട് ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്ത് നല്ല ക്വാളിറ്റി സൗണ്ടാക്കി മാറ്റും, നല്ല ക്ലിയർ സൗണ്ടാക്കി മാറ്റും. അതിനുള്ള പെർമിഷനാണ് നമ്മൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതും യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് നിങ്ങളുടെ ഒറിജിനൽ വീഡിയോ ക്വാളിറ്റിയിലും ഒറിജിനൽ സൗണ്ട് ക്വാളിറ്റിയിലും മാത്രം നിങ്ങളുടെ വീഡിയോസ് കണ്ടാൽ മതി, ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസും ഇവിടെ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സൈഡിലേക്ക് നോക്കുക, സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സേവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതിവിടെ ചെയ്യുന്നില്ല, കാരണം എനിക്ക് എൻ്റേതായ ഒരു കാരണമുണ്ട്. ആ കാരണം എന്തെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റ് 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി അറിഞ്ഞതിന് ശേഷം നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഇതിനെ ഓൺ ചെയ്ത് കൊടുക്കണോ അതോ ഓഫ് ചെയ്ത് കൊടുക്കണോ എന്നുള്ളത്. അതുപോലെ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ 2 ഫീച്ചേഴ്സും ഓൺ ചെയ്ത് കൊടുത്താൽ, അതായത് നമ്മൾ ഈ വീഡിയോ ക്വാളിറ്റി കൂട്ടാനുള്ളതും സൗണ്ട് ക്വാളിറ്റി കൂട്ടാനുള്ളതും 2 ഫീച്ചേഴ്സും നമ്മൾ ഓൺ ചെയ്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസിൽ കയറുന്ന പരസ്യത്തിന്, ആ അഡ്വർടൈസ്മെൻറ്റ്സിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതിനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ലെന്നാണ് യൂട്യൂബ് പറയുന്നത്. കാരണം പല ആളുകൾക്ക് സംശയം ഉണ്ടായെന്ന് വരാം, നമ്മൾ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കയറുന്ന പരസ്യം കുറഞ്ഞു പോകുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെ പലരും ചിന്തിച്ചെന്ന് വരാം. അവിടെ യൂട്യൂബ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ ഒരു സംഭവത്തിൽ യാതൊരു അഫക്റ്റും ചെയ്യത്തില്ല. ഇത് എങ്ങനെയാണോ നേരത്തെ കയറിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്യങ്ങൾ മുന്നോട്ടും കയറിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം ഒരു കറക്ഷനാണ്. കാരണം ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് യൂട്യൂബ് നടത്തിയ സമയത്ത്, ഞങ്ങളൊക്കെ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് ഞാനും ഇട്ടിട്ടുണ്ട്, എന്നെപ്പോലെ പല ആളുകളും ഇട്ടിട്ടുണ്ട്. ഇതിൽ പല ആളുകളും വിശ്വസിച്ചിരുന്നതും വീഡിയോയിലൂടെ പറഞ്ഞിരുന്നതും ഞാൻ പറഞ്ഞതും, അതായത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴയ വീഡിയോസിലും നമ്മൾ അതിൻ്റെയും വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് യൂട്യൂബ് കൂട്ടിത്തരുമെന്നാണ് നമ്മൾ ആ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കത് പറയുന്നതിന് യാതൊരു നാണക്കേടുമില്ല. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം ഇവിടെ യൂട്യൂബ് ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇട്ടിട്ടുള്ള പഴയ വീഡിയോസിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് യൂട്യൂബ് കൂട്ടിത്തരത്തില്ല. നമ്മൾ ഇനി മുതൽ മുന്നോട്ട് ഇടുന്ന വീഡിയോസിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും മാത്രമേ യൂട്യൂബ് ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് കൂട്ടിത്തരത്തുള്ളൂ.
അതും നമ്മൾ ഈ രണ്ട് ഫീച്ചേഴ്സും ഓൺ ചെയ്താൽ മാത്രം. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ ഈ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിനും ഈ രണ്ടിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവരുടെ ചാനലിൽ, അവരുടെ യൂട്യൂബിൻ്റെ പ്ലെയറിൽ അവർക്ക് അവിടെ കിട്ടും. അപ്പോൾ അവരുടെ പ്രിഫറൻസ് ആയിരിക്കും യൂട്യൂബ് അവിടെ നോക്കുന്നത്. അതായത് ഓഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു വീഡിയോ ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അതിൽ പല വേരിയേഷനിലുള്ള സൗണ്ടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വളരെ ഒച്ചത്തിലുള്ള സൗണ്ട് ഉണ്ടാവാം, ഒരുപാട് വോളിയം കുറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടാവാം, ഒരുപാട് വയലൻസിലുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് മാത്രമല്ല, നിങ്ങൾ ഓഡിയോ ക്വാളിറ്റി ഇവിടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടെ വോളിയം കൂടിയിട്ടായിരിക്കും ഈ ഓഡിയൻസിന് ഇത് കേൾക്കുന്നത്. പക്ഷേ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ഇത്ര വയലൻസിലുള്ള, അതുപോലെ ഒരുപാട് ഉച്ചത്തിലുള്ള സൗണ്ടുകൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിന് നിങ്ങളിവിടെ ഓഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ സ്റ്റേബിൾ വോളിയം ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് ഇവിടെ സ്റ്റേബിൾ വോളിയം ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഇതിനെ ഓട്ടോമാറ്റിക്കലി ഈ പല വേരിയേഷനുള്ള സൗണ്ടിനെ ബാലൻസ് ചെയ്ത് ഒരു പ്ലസൻറ്റ് സൗണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ട് ആക്കിയിട്ടായിരിക്കും ഈ ഓഡിയൻസിനെ കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് എങ്ങനെ ഈ സ്റ്റേബിൾ വോളിയം ഓൺ ചെയ്യാം അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്ക്, ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓഡിയോ എൻഹാൻസ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കുക, ഒരു സെറ്റിംഗ്സിൻ്റെ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിലിവിടെ ഏറ്റവും താഴെ നോക്കുക മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക സ്റ്റേബിൾ വോളിയം എന്ന് പറഞ്ഞിട്ട് അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല വേരിയേഷനിലുള്ള സൗണ്ട് ആണെങ്കിലും ശരി, യൂട്യൂബ് അതിനെ ബാലൻസ് ചെയ്ത് ഒരു പ്ലസൻറ്റ് സൗണ്ട് ആക്കി അവർക്ക് കൊടുക്കും. ആ രീതിയിൽ അവർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട് ആ സൗണ്ട് അവർക്ക് കേൾക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് നിങ്ങളുടെ ഒറിജിനൽ ക്വാളിറ്റി തന്നെ ആ വീഡിയോ കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും യൂട്യൂബ് ഇവിടെ ഓഡിയൻസിന് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോയും ഓഡിയോയും ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഓഡിയൻസിനും യൂട്യൂബ് ഈ ഓപ്ഷൻസുകളൊക്കെ കൊടുക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് സ്റ്റേബിൾ വോളിയം സെലക്ട് ചെയ്ത് ഒരു പ്ലസന്റ് രീതിയിൽ, ഒരു നല്ല രീതിയിൽ ആ ഓഡിയോ കേൾക്കണമെന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഓഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഓഡിയൻസിന് ഈ വീഡിയോ ക്വാളിറ്റി HD ക്വാളിറ്റിയിലും അതുപോലെ ഒറിജിനൽ ക്വാളിറ്റിയിലും ടോഗിൾ ചെയ്തിട്ട് അവർക്ക് കാണണമെന്നുള്ള ആ ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് നമ്മുടെ വീഡിയോസ് ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും കാണണം. ആ ഓപ്ഷൻസ് എല്ലാം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് HD ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ HD ക്വാളിറ്റി കാണാം, അതല്ല നമ്മുടെ ഒറിജിനൽ ക്വാളിറ്റി എന്താണോ ആ ഒറിജിനൽ ക്വാളിറ്റി കാണാം. അതുപോലെ തന്നെ അവർക്ക് സ്റ്റേബിൾ വോളിയം ഓൺ ചെയ്ത് ഒരു പ്ലസന്റ് രീതിയിൽ, നല്ല രീതിയിൽ നമ്മുടെ സൗണ്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് കിട്ടും. ഈ എല്ലാ ഓപ്ഷൻസും നമ്മുടെ ഓഡിയൻസിന് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഓൺ ചെയ്ത് തന്നെ കൊടുത്തിരിക്കണം. അതല്ലാതെ നമ്മളത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്വാളിറ്റിയിലാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ മാക്സിമം ക്വാളിറ്റി ഈ ഓഡിയൻസിന് കാണാൻ പറ്റുന്നത്. അതല്ലാതെ അതിൻ്റെ കൂട്ടാനുള്ള ഓപ്ഷൻസ് അവർക്ക് അവിടെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ രണ്ട് ഓപ്ഷൻസും നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കണോ അതോ ഓഫ് ചെയ്ത് വെക്കണോ. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്രോം ബ്രൗസറിലൂടെ കയറി നിങ്ങൾ സെറ്റിംഗ്സിൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇഷ്ടമുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.